ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പെസഹ വ്യാഴം. പെസഹ വ്യാഴാഴ്ചയുമായി ബന്ധപ്പെട്ട തിരുക്കർമ്മങ്ങളുടെ ചില പൊരുളുകൾ മാത്രം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. അന്ത്യവിരുന്ന് അല്ലെങ്കിൽ ഒടുവിലത്തെ അത്താഴം എന്ന് പറയുന്ന ആ മഹൽ സംഭവത്തിന് 2 ഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ 17 വരെ അധ്യായങ്ങളിലാണ്. രണ്ടാമത്തെ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് സമാന്തര സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ. രണ്ടാമത്തെ ഭാഗത്താണ് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനമുള്ളത്. ഒന്നാമത്തെ ഭാഗത്ത് യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ 17 വരെ പറഞ്ഞല്ലോ. 13ാമത്തെ അധ്യായത്തിൽ ഈശോ ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകുന്ന രംഗത്തോടുകൂടിയാണ് തുടങ്ങുന്നത്. അത് അവസാനിക്കുന്നത് മഹാപുരോഹിത പ്രാർത്ഥനയോടുകൂടിയാണ് യോഹന്നാന്റെ സുവിശേഷം 17ാമത്തെ അധ്യായത്തിൽ. ഈ സംഭവത്തിൻ്റെ പ്രത്യേകിച്ച് ഈശോ ശിഷ്യന്മാരെ കാൽപാദങ്ങൾ കഴുകുന്ന തൊട്ട് മഹാപുരോഹിത പ്രാർത്ഥന വരെയുള്ള ആ സംഭവത്തിൻ്റെ ചില പൊരുളുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒന്നാമതായി അവർ ഈ അന്ത്യത്താഴത്തിൽ ഇരുന്ന വിധം നിലത്താണ് ഇരിക്കുന്നത്. നിലത്ത് ഒരു കിടക്കയിട്ടോ പിന്നെ ഒരു തലയണ വെച്ച് ഈ തല ഇടത്തെ കൈകളിൽ വിശ്രമിക്കുന്ന തരത്തിൽ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുകയാണ്. റിക്ലൈനിങ് എന്നാണ് പറയുക. നമ്മൾ ചാരുകസേര പറയില്ലേ, റിക്ലൈനിങ് ചെയർ, ചാരുകസേര ചരിഞ്ഞ്, അതുപോലെ റിക്ലൈനിങ് ആണ്. പെസഹ പോലെയുള്ള പ്രധാനപ്പെട്ട പെരുന്നാൾ ഭക്ഷണങ്ങൾ കിടന്ന് ഇങ്ങനെ ചാരിക്കിടന്ന് കഴിക്കണമെന്നാണ്. അപ്പോൾ ഈശോ നിലത്ത് ചാരിക്കിടന്ന്, അപ്പോൾ അങ്ങനെ ചാരിക്കിടന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വലത്തുവച്ച് ഇരിക്കുന്ന ആൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈശോയുടെ മടിയിലിരുന്ന് അവന് നെഞ്ചിലേക്ക് ചാരിക്കിടക്കാൻ തോന്നും. അങ്ങനെയാണ് ഈശോ സ്നേഹിച്ച ശിഷ്യനെ കാണുന്നത്. നമ്മൾ നിലത്തിരിക്കുന്നു അന്ത്യത്താഴത്തിൽ, എന്നാൽ ഇപ്പം നമ്മൾ കുർബാനയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അതിന് കാരണം വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അന്ത്യത്താഴത്തിൻ്റെ ആവർത്തനമല്ല. അന്ത്യത്താഴത്തിൻ്റെ ആവർത്തനമാണ് വിശുദ്ധ കുർബാന എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ പല വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ശരിയല്ല. എല്ലാ സഭകളിലും, കത്തോലിക്ക സഭയിലുള്ള എല്ലാ സഭകളിലും, കത്തോലിക്ക സഭയ്ക്ക് പുറത്തുള്ള കത്തോലിക്ക പാരമ്പര്യമുള്ള സഭകളിലും എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് കുർബാന. ഇങ്ങനെ നിലത്ത് ചാരിക്കിടന്നല്ല. കാരണം ഉത്തിതനുമായുള്ള കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന. മത്തായിയുടെ സുവിശേഷം 28ാമത്തെ അധ്യായത്തിൽ 8 മുതൽ 10 വരെ വാക്യങ്ങളിൽ സ്ത്രീകൾ ഉത്തിതനെ ഉത്ഥാനം ചെയ്ത ദിവസം തന്നെ കാണുകയും അവൻ്റെ കാൽപാദം കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന രംഗമുണ്ട്. ഉത്തിതനുമായുള്ള കൂടിക്കാഴ്ചയാണത്. യോഹന്നാന്റെ സുവിശേഷം 20ാം അധ്യായം 1 മുതൽ 17 വരെ വാക്യങ്ങളിൽ മറിയം മഗ്ദലേന ഈശോയെ പിടിച്ചു വയ്ക്കാനായിട്ട്, ഉത്തിതനായ കർത്താവിനെ പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേ അധ്യായത്തിൽ 20ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ തോമാസ് ലീഗ കർത്താവിൻ്റെ പാർശ്വത്തിൽ വിരലുകളിട്ട് അവൻ്റെ പാർശ്വത്തിലേക്ക് ഒട്ടിച്ച് ചേർക്കപ്പെടുന്ന രംഗമുണ്ട്. അങ്ങനെ ക്രിസ്തുവിൻ്റെ ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ പാർശ്വത്തിലേക്ക് അവിടെ നിന്നുള്ള ജീവജലത്താലും ജീവരക്തത്താലും ഒട്ടിച്ച് ചേർക്കപ്പെട്ട തോമാസ്. അതുപോലെയാണ് എല്ലാ സ്ലീഹന്മാരും അവനിലേക്ക് ഒട്ടിച്ച് ചേർക്കപ്പെട്ടവരാണ്. നമ്മളും മാമോദീസ, കുർബാന തുടങ്ങിയവയിലൂടെ ആ ഉത്ഥിതനായ കർത്താവിലേക്ക് ഒട്ടിച്ച് ചേർക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഉത്ഥിതനുമായുള്ള കൂടിക്കാഴ്ച ആയതുകൊണ്ടാണ് നമ്മൾ അൾത്താരയിൽ നിന്നുകൊണ്ട് കുർബാന അർപ്പിക്കുന്നത്. എഴുന്നേറ്റ് നിൽക്കുന്നത് ഉത്ഥാനത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. മാത്രമല്ല അത് കബരിടമാണ്. ഈ കർത്താവിനെ അടക്കം ചെയ്ത കബരിടം കുരിശാണ്, കബരിടമാണ്. അവിടെ തന്നെ ആ കബരിടത്തിൽ തന്നെയാണ് കർത്താവ് ഉത്ഥാനം ചെയ്തത്. അപ്പോൾ കർത്താവിൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഇടം ഒരേ ഒരു സ്ഥലമാണ്, അത് കബരിടമാണ്. വിശുദ്ധീകരണത്തിൻ്റെ കബരിടമേ സ്വസ്തി എന്ന് പറഞ്ഞിട്ടാണ് വൈദികൻ ഈ അൾത്താരയോട് വിട വാങ്ങുന്നത് കുർബാന കഴിഞ്ഞ്. ഈ കർത്താവിൻ്റെ മരണത്തിനും അടക്കിനും ഉത്ഥാനം ചെയ്തതിനൊക്കെ സാക്ഷികളുണ്ട്. കർത്താവിൻ്റെ മരണത്തിന് സാക്ഷികളുണ്ട്. മരിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവൻ അടക്കം ചെയ്യപ്പെട്ടു, അതിന് സാക്ഷികളുണ്ട്. അതുകൊണ്ട് കർത്താവ് മരിച്ചില്ലായിരുന്നു, കുരിശിൽ മരിച്ചില്ലായിരുന്നു, മരിച്ചെന്ന് തോന്നിയുള്ളായിരുന്നു എന്നൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നത് കല്ല് വെച്ച നുണയാണ്. മാത്രമല്ല അവൻ ഉത്ഥാനം കഴിഞ്ഞിട്ട് 500-ലധികം പേർക്കൊക്കെ അവൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ശിഷ്യന്മാർക്കും സ്ത്രീകൾക്കും മാത്രമല്ല, 500-ലധികം പേർക്ക്. 1 കൊരിന്ത്യസ് 15ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ സാക്ഷികളുടെ പട്ടികകളുണ്ട്. ഞാനൊരു വീഡിയോയിൽ 12 പ്രാവശ്യം ഉത്ഥിതനായ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് തെളിവുകൾ സഹിതം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ഉത്ഥിതനുമായ കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അൾത്താരയിൽ ചെയ്യുന്നത്, കർത്താവിൻ്റെ കബരിടമായ അൾത്താരയിൽ ചെയ്യുന്നത്. അന്ത്യത്താഴത്തിൽ കർത്താവ് നിലത്ത് ചാരിക്കിടന്നാണ് ഭക്ഷണം കഴിച്ചത്. അത് നിലത്ത് ചാരിക്കിടന്നായതുകൊണ്ട് തന്നെ അത്
ഉയരം കുറഞ്ഞ ടേബിളാണ് ഉപയോഗിച്ചിരുന്നത്, മേശയാണ്. ഒരു മേശയല്ല, 3 മേശകളുണ്ടായിരുന്നു. അതിൽ ഇംഗ്ലീഷിൽ ഏതാണ്ട് സി ആകൃതിയിലുള്ള ഒരു മേശ എന്ന് പറയാം. ഇങ്ങനെയാണ്, നടുവിൽ ഒരു മേശ, ഈ വശത്ത് ഒരു മേശ, ഈ വശത്തും ഒരു മേശ. ട്രിക്ലിനിയും എന്നാണ് അതിനെ ലത്തീനിൽ പറയുക, ട്രിക്ലിനിയും. ഇങ്ങനെ ഇതിൽ തന്നെ കർത്താവ് ഇരുന്നത് നടുക്കല്ല, നടുവിലെ മേശയിൽ നടുക്കല്ല ഈശോ മിശിഹ ഇരുന്നത് ഇവിടെയാണ്. ഇവിടെ അവൻ്റെ ഇടത്ത് വശത്ത് യൂദാസ് കറിയത്ത, വലത്ത് വശത്ത് യേശു സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാൻ. ഇവിടെയാണ് യേശു ഇരുന്നത്. യേശു ഇവിടെ ഇരിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ആതിഥേയൻ ഇരിക്കുന്ന സ്ഥലം. ആതിഥേയൻ ഇരിക്കുന്ന സ്ഥലം ഇവിടെയാണ്. പത്രോസ് ഇരുന്നത് ഈ അറ്റത്താണ്, ഇവിടെ. അതിന് കാരണമുണ്ട്. അതുകൊണ്ടാണ് പത്രോസിന് നേരിട്ട് ഈശോയോട് സംസാരിക്കാൻ പറ്റാതെ വന്നതിന് കാരണം പത്രോസ് ഇരിക്കുന്നത് ഇവിടെ ആയതുകൊണ്ടാണ്. ഈ യോഹന്നാനോട്, യേശു സ്നേഹിച്ച ശിഷ്യനോട് കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ച് ചോദിക്കുകയാണ് പത്രോസ് ചെയ്തത്, ആരാണ് ഈശോ ഒറ്റിക്കൊടുക്കാൻ ചോദിക്കാൻ. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? എന്നോടൊപ്പം കൈമുക്കുന്നവൻ, ഞാൻ ആർക്കാണോ അപ്പക്കഷ്ണം മുക്കി കൊടുക്കുന്നത് അവൻ. അപ്പോൾ കർത്താവിൻ്റെ ഇടത്ത് വശത്ത് ഇരിക്കുന്ന യൂദാസാണെന്ന് അവിടെ ബോധ്യമാണ്, വ്യക്തമാകുകയാണ്. പത്രോസ് ഇവിടെ ഇരിക്കുന്നതിന് കാരണമുണ്ട്. ഇവിടെ ഈ സ്ഥലമാണ് സേവകന് അല്ലെങ്കിൽ പരിചാരകനുള്ളത്, സെർവൻറ്റ്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സേവകനായിരിക്കണം, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പരിചാരകനായിരിക്കണം എന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പത്രോസാണ് ഒന്നാമൻ, ആദ്യത്തെ മാർപ്പാപ്പ. അതുകൊണ്ട് സേവകൻ്റെ അല്ലെങ്കിൽ പരിചാരകൻ്റെ സ്ഥലത്ത് ഇരിക്കുകയാണ്. വാസ്തവത്തിൽ പരിചാരകൻ്റെ ചുമതലയായിരുന്നു എല്ലാവരുടെയും കാല് കഴുകുക. അതിന് പകരം ഈശോയാണ് എഴുന്നേറ്റ് കാലുകൾ കഴുകുന്നത്, ശിഷ്യന്മാരെ കാലുകൾ കഴുകുന്നത്. അത് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. അതിൻ്റെ ചില വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ ചില അർത്ഥങ്ങൾ മാത്രം ഞാൻ പറയുകയാണ്. ഒന്ന്, ഈ പൗരസ്ത്യ ലോകത്ത് ആതിഥേയൻ അതിഥികളുടെ കാലുകൾ കഴുകി അവർ വീട്ടിലേക്ക് സ്വീകരിച്ചിരുന്നു. ആതിഥേയൻ അതിഥികളുടെ കാലുകൾ കഴുകി വീട്ടിലേക്ക് സ്വീകരിക്കും. സ്വർഗത്തിൻ്റെ ആതിഥേയനായ ഈശോ മിശിഹ ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകി, ഗസ്റ്റ് അതിഥികളുടെ കാൽപാദങ്ങൾ കഴുകി സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പൊരുൾ. രണ്ടാമത്തെ ഒരു അർത്ഥം എന്ന് പറയുന്നത് 13-ാമത്തെ അധ്യായത്തിൽ കാലുകൾ കഴുകുകയാണല്ലോ. 17-ാമത്തെ അധ്യായത്തിൽ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. മഹാപുരോഹിത പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈശോ പുതിയ ഉടമ്പടിയുടെ മഹാപുരോഹിതൻ എന്ന നിലയിൽ പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഏത് പുരോഹിതന്മാർക്ക്? ഈ അപ്പസ്തോലന്മാർ, സ്ലീഹന്മാർ 12 പേരെ പുരോഹിതന്മാരി വാഴിക്കുകയാണ്. അവിടുത്തെ 2-3 കാര്യങ്ങൾ, വാക്കുകൾ ഓർത്ത പെട്ടെന്ന് മനസ്സിലാകും. സത്യത്താൽ അവർ വിശുദ്ധീകരിക്കണമേ, സത്യത്താൽ അവർ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധീകരിക്കുക പറഞ്ഞാൽ ഇങ്ങനെ പൊക്കിപ്പിടിക്കുക എന്നാണ് അർത്ഥം. പൊക്കിപ്പിടിക്കുക, മാറ്റി നിർത്തുക, ദൈവത്തിൻ്റെ ഉപയോഗത്തിനായി മാറ്റി നിർത്തുക. നമ്മൾ ഈ അച്ഛൻ കുർബാന അർപ്പിക്കുമ്പോൾ കാസിം ബിലാസ് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കും, ദൈവത്തിൻ്റെ ഉപയോഗത്തിനായി ദൈവത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുകയാണ്. ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്ന ആ ബലിവസ്തു അല്ലെങ്കിൽ കാസിം ബിലാസിലുള്ള അപ്പവും വീഞ്ഞും അങ്ങനെ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഉയർത്തിപ്പിടിക്കുമ്പോൾ, എവുക്കരിസ്തയോ നന്ദി പറഞ്ഞ് ഉയർത്തിപ്പിടിക്കുമ്പോൾ, എവുലകയോ നമ്മൾ വാഴ്ത്തി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. പരിശുദ്ധാത്മാവ് വരുന്നതിനെയാണ് ഈ വാഴ്ത്തുക എന്ന് പറയണേ. പരിശുദ്ധാത്മാവ് വരികയാണ്, ദൈവം അയക്കുകയാണ് പരിശുദ്ധാത്മാവിനെ. അപ്പോൾ ദൈവത്തിൻ്റെ ഉപയോഗത്തിനായി നമ്മൾ നന്ദിയോടെ ഈ വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ദൈവം അത് സ്വീകരിച്ച് ആ വസ്തുക്കളിലേക്ക് അവൻ്റെ ആത്മാവിനെ അയക്കുന്നു. എവുലകയോ വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുന്നതിനെയാണ് വാഴ്ത്തുക എന്ന് പറയണേ. അങ്ങനെ പരിശുദ്ധാത്മാവ് വന്നിട്ട് അതിനെ ക്രിസ്തുവിന് ശരീരം രക്തമാക്കി രൂപാന്തരപ്പെടുത്തുകയാണ്. ഇതേ അർത്ഥം തന്നെയാണ് ഈ അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കുന്നു പറഞ്ഞാൽ ഈശോ മിശിഹ 12 പേരെ പിതാവിൻ്റെ ഉപയോഗത്തിനെ ഉയർത്തിപ്പിടിക്കുകയാണ്. പുരോഹിതന്മാരെ ഈശോ മിശിഹ സ്ലീഹന്മാരെ പുരോഹിതന്മാരായിട്ട് വാഴിക്കുന്ന രംഗത്ത് ഈ സ്ലീഹന്മാരെ ദൈവത്തിൻ്റെ ഉപയോഗത്തിനെ മാറ്റി നിർത്തുകയാണ്. അപ്പോൾ അവരെ സത്യത്താൽ മാറ്റി നിർത്തുകയാണ്. ദൈവത്തിൻ്റെ വചനമാകുന്ന സത്യം കൊണ്ട് അവരെ പുരോഹിതന്മാരായി മാറ്റി നിർത്തുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ലോകത്തിന് വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്നത്, ലോകത്തിൽ നിന്ന് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ മഹാപുരോഹിത പ്രാർത്ഥന ലോകത്തുള്ള സകലർക്കും വേണ്ടിയല്ല, മറിച്ച് ലോകത്തിൽ നിന്നും പുരോഹിതന്മാരാകാൻ വേണ്ടി ക്രിസ്തുവിന് പിതാവ് നൽകിയവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ 12 പേരെ പട്ടം കൊടുത്ത് വാഴിക്കുന്ന കർമ്മമാണ് 17-ാമത്തെ അധ്യായത്തിൽ. അങ്ങനെയെങ്കിൽ ഈ കാല് കഴുകലിന് മറ്റൊരർത്ഥം വരികയാണ്. പഴയ നിയമത്തിൽ അഹറോനെയും മക്കളെയും പുരോഹിതന്മാരായി പഴയ ഉടമ്പടിയുടെ പുരോഹിതന്മാർ വാഴിക്കുന്നതിന് മുൻപ് മോശെ അവർ കഴുകി വൃത്തിയാക്കുന്നുണ്ട്, കുളിപ്പിച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഇവിടെ പുതിയ ഉടമ്പടിയുടെ ഏക പുരോഹിതനായ ക്രിസ്തു തൻ്റെ പൗരോഹിത്യത്തിൽ പങ്കാളിത്തം കൊടുക്കുന്ന സ്ലീഹന്മാർ, 12 സ്ലീഹന്മാർ, അവർക്ക് പട്ടം കൊടുത്ത് പുരോഹിതന്മാരാക്കുന്നതിന് മുൻപ് അവരെ കഴുകി ശുദ്ധീകരിക്കുകയാണ്. അതാണ് 2-ാമത്തെ അർത്ഥം. 3-ാമത്തെ ഒരർത്ഥം പത്രോസുമായുള്ള ഈ സംഭാഷണത്തിലൂടെയാണ് വെളിപ്പെടുന്നത്.
ഞാൻ പറഞ്ഞല്ലോ, ഈശോ പത്രോസാണ് എല്ലാവരുടെയും കാലുകൾ കഴുകാനായിട്ട് കടപ്പെട്ടിരുന്നത്. അതിന് പകരം ഈശോ മിശിഹ എഴുന്നേറ്റ് യൂദാസിന്റെ കാലുകൾ തൊട്ട് ഇങ്ങനെ കഴുകി അവസാനം പത്രോസിന്റെ അടുത്ത് വരികയാണ്. പത്രോസിന്റെ അടുത്ത് വരുമ്പോൾ പത്രോസ് ആകെ ഞെട്ടിയിരിക്കുകയാണ്. പത്രോസ് കാലുകൾ പിൻവലിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ കാലുകൾ കഴുകാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. പത്രോസിന്റെ ആ ആവലാതിയും ആകുലതയും ഞെട്ടലും ഒക്കെ മനസ്സിലാക്കി കർത്താവ് പറഞ്ഞു, നിനക്ക് ഇപ്പോൾ ഇത് മനസ്സിലാകില്ല, പിന്നീട് മനസ്സിലാകും. പത്രോസ് പറഞ്ഞു, എന്തൊക്കെ നീ പറഞ്ഞാലും എൻ്റെ കാല് കഴുകാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. അപ്പോൾ കർത്താവ് വളരെ വ്യക്തമായിട്ട് പത്രോസിനോട് പറഞ്ഞു, നിന്റെ കാലുകൾ കഴുകാൻ നീ എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്നെ കൊടുക്കേണ്ട പങ്കില്ല. നമ്മൾ പങ്കാളി പങ്ക്, ഓഹരി എന്ന് പറയല്ലോ, അത് തന്നെ. പക്ഷെ ഒരു പ്രത്യേക അർത്ഥമുണ്ട്. ഈ മേറോസ് എന്നാണ് ഗ്രീക്ക് വാക്ക്, ഹെലേക്ക് എന്നാണ് ഹീബ്രു വാക്ക്. രണ്ടിനും സാങ്കേതികമായ അർത്ഥമുണ്ട്. പിതൃസ്വത്തിൽ ഓഹരി, പിതൃസ്വത്തിൽ പങ്ക് എന്നാണ് അതിനർത്ഥം. അതായത് നമുക്ക് പരമ്പരാഗതമായി അപ്പൻ്റെ സ്വത്തിലുള്ള ഓഹരി, അപ്പൻ്റെ സ്വത്തിലുള്ള പങ്ക്, അതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നിന്റെ കാല് കഴുകാൻ നീ എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ നിനക്ക് എൻ്റെ പിതൃസ്വത്തിൽ എന്നോടുകൂടെ പങ്കില്ല. നിന്റെ കാല് കഴുകാൻ നീ എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ എൻ്റെ പിതൃസ്വത്തിൽ, എൻ്റെ പിതാവിൻ്റെ സ്വത്തിൽ, എൻ്റെ പിതാവിൻ്റെ ജീവനിൽ നിനക്ക് എന്നോടൊപ്പം പങ്കില്ല, ഓഹരിയില്ല. പിതൃസ്വത്ത് എന്ന് കേട്ടപ്പോൾ മേറോസ് എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ് ഗ്രീക്കിൽ. ഹീബ്രുവിലെ വാക്കിൻ്റെ അർത്ഥം പിതൃസ്വത്തിൽ ഓഹരി എന്നാണ്. പിതൃസ്വത്ത് എന്ന് കേട്ടപ്പോൾ ഈ പത്രോസ് വളരെ പ്രായോഗിക മനുഷ്യനാണല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആദ്യത്തെ മാർപ്പാപ്പയായിട്ട് കർത്താവ് നിയമിച്ചതും. വളരെ പ്രായോഗികമായിട്ട് ചിന്തിച്ചിരുന്ന ആളാണ്. നികുതി കൊടുക്കുന്ന കാര്യത്തെ കുറിച്ചാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിൽ തീരുമാനമെടുക്കാനായിട്ട് വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കുകയും, ചിലപ്പോൾ തെറ്റിപ്പോയിട്ടൊക്കെ ഉണ്ട്, എങ്കിലും പെട്ടെന്ന് തീരുമാനമെടുക്കുകയും പ്രായോഗികമായി ചിന്തിക്കുകയും ചെയ്തിരുന്നൊരു വളരെ ഒരു നേതൃത്വം ഉള്ള ഒരു ആളായിരുന്നു പത്രോസ്. ഈ പിതൃസ്വത്തെന്നെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ എൻ്റെ കാലുകൾ മാത്രമല്ല തലയും മുഖവും കൈയും ഒക്കെ ഒന്ന് കഴുകണം, ഒരു മുഴുവൻ കുളി. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പിതൃത്വത്തിൻ്റെ ഓഹരി മൊത്തം പോരട്ടെ, എനിക്കിങ്ങ് പോരട്ടെ, മറ്റാർക്കും വേണ്ട, എനിക്ക് തന്നെ ആകട്ടെ. നമ്മുടെ വീടുകളിലെല്ലാം ഈ പ്രശ്നമുണ്ടല്ലോ, ഈ പിതൃത്വത്തിൽ ഓഹരി ആർക്ക് വേണം, ഈ കൂടുതൽ വേണം എന്നുള്ളൊരു മോഹം എപ്പോഴും നമുക്കുണ്ട്. അത്തരം ഒരു മോഹം പത്രോസ് പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ഈശോ മിശിഹ പറഞ്ഞു, കുളി കഴിഞ്ഞവൻ്റെ ദേഹം മുഴുവൻ ശുദ്ധിയാണ്, അവൻ്റെ കാലുകൾ മാത്രം കഴുകിയാൽ മതി. കുളി കഴിഞ്ഞവൻ്റെ ദേഹം മുഴുവൻ ശുദ്ധിയാണ്, കാലുകൾ മാത്രം കഴുകിയാൽ മതി. ഇതിന് പല അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം ഇതാണ്, കുളി. ഏതാണ് ഈ കുളി എന്ന് പറഞ്ഞാൽ? കുളി എന്ന് പറഞ്ഞാൽ മാമോദീസയാണ്. മാമോദീസയിലൂടെ എന്താ സംഭവിക്കുക നമ്മൾ കണ്ടു കഴിഞ്ഞു. ഉത്തമനായ കർത്താവിൻ്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ജീവജലത്താലും ജീവരക്തത്താലും ഒട്ടിച്ച് ചേർക്കപ്പെടുകയാണ്. അങ്ങനെ ഒട്ടിച്ച് ചേർക്കപ്പെടുമ്പോൾ പൗലോസിലേക്ക് പറഞ്ഞത്, വി പുട്ട് ഓൺ ക്രൈസ്റ്റ്, നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുകയാണ്. നമ്മൾ വസ്ത്രം ധരിക്കുന്ന പോലെ ക്രിസ്തുവിനെ ധരിക്കുകയാണ്. അതുകൊണ്ടാണ് മാമോദീസ സ്വീകരിക്കുമ്പോൾ ഒരു വെള്ള തുണി കുഞ്ഞിൻ്റെ മേലെ ഇടുന്നത്. അത് ഈ നവജാത ശിശുക്കളെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നുവെന്ന് ലൂക്കാസ് 18:15 പറയുന്നുണ്ട്. നവജാത ശിശുക്കൾ എന്ന് യഹൂദന്മാരെ പറഞ്ഞിരുന്നത് ജനിച്ചിട്ട് 8 ദിവസത്തിന് മുമ്പാണ്. ജനിച്ചിട്ട് 8 ദിവസത്തിന് മുമ്പ്, 8ാം ദിവസം പരിച്ഛേദന കഴിഞ്ഞ പിന്നെ ശിശു എന്ന് പറയുക, നവജാത ശിശു എന്ന് പറയില്ല. അപ്പോൾ നവജാത ശിശുക്കളെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കർത്താവ് അവരെ തൊട്ട് അനുഗ്രഹിക്കാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുമാണ് ഇപ്പം മാതാപിതാക്കൾ ചെയ്യുന്നത്. ഈ മാതാപിതാക്കൾ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇതൊരു പുതുജനനമാണ് എന്ന് നിക്കോദെമസിന്റെ കർത്താവ് പറയുന്നുണ്ട്. ജനനം നടക്കേണ്ടത് നമ്മൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു വീണ നിമിഷം, അമ്മ പ്രസവിച്ച ആ നിമിഷം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ, ഓർക്കാൻ പറ്റില്ല. ഇതുപോലെ തന്നെ മാമോദീസ, ശിശു മാമോദീസ എന്ന് പറയുന്നത് ഒരു പുതുജനനമാണ്. ആ പുതുജനനം നടന്ന നിമിഷം നമുക്ക് ഓർക്കാൻ പറ്റില്ല. അപ്പോൾ ചിലർ പറയും, മർക്കോസ് 16:17 പറഞ്ഞിട്ടില്ലേ, വിശുദ്ധിക്കുന്നവന് സ്നാനം കൊടുക്കാൻ. അത് പുറജാതിക്കാരെ കുറിച്ചുള്ള കാര്യം പറയണേ. സുവിശേഷം കേട്ടിട്ട് പുറജാതിക്കാർ ക്രിസ്ത്യാനികളാകുകയാണെങ്കിൽ, പക്ഷെ അവരുടെ കാര്യത്തിൽ പോലും കർത്താവ് എന്താ പറഞ്ഞത്? 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അവിടെ പോലും, അതായത് വിജാതീയർ പോലും കർത്താവിൽ വിശ്വസിക്കണമെങ്കിൽ കർത്താവ് അവരെ തിരഞ്ഞെടുക്കണം. അതിന് പിന്നെയും അർത്ഥങ്ങളുണ്ട്. ഈ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരാകാൻ തിരഞ്ഞെടുത്തുന്ന അർത്ഥം കൂടിയുണ്ട്. ഈ കത്തോലിക്ക മാതാപിതാക്കൾ ജനിക്കാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുക ചെയ്തത്. പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ ആരും എൻ്റെ അടുക്കൽ വരാൻ പറ്റില്ലെന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതായത് പുറജാതിക്കാരെ മാനസാന്തരം പോലും കർത്താവ് നിശ്ചയിച്ചാലേ നടക്കൂ. സുവിശേഷം കേട്ട് അവർ വിശ്വസിക്കണമെങ്കിൽ പോലും പിതാവ് ആകർഷിക്കണം. അതുപോലെ തന്നെ കർത്താവ് തിരഞ്ഞെടുക്കണം.
അപ്പോൾ എല്ലാം ക്രിസ്തുവിൻ്റെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു പരിപാടിയാണെങ്കിൽ അതൊരു പ്രത്യയശാസ്ത്രമാണ്, വിശ്വാസമാകില്ലേ. ഇതേക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഇപ്പോൾ പറയാൻ നമുക്ക് നേരമില്ല. നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ് വിശ്വാസമെങ്കിൽ വിശ്വാസം ആകില്ല. വിശ്വാസമാകണമെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് വരണം. മറിച്ചാണെങ്കിൽ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതാണെങ്കിൽ അത് പ്രത്യയശാസ്ത്രമേ ആകൂ. കാരണം ഈ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുകയാണെങ്കിൽ അതിൻ്റെ ഉറവിടം നമ്മളാണ്, ദൈവമല്ല. വിശ്വാസത്തിൻ്റെ ഉറവിടം ദൈവമാണ്. അപ്പോൾ ദൈവം എന്ന് പറയുന്ന പിതാവ് നമ്മൾ ആകർഷിക്കണം. അതുപോലെ തന്നെ ക്രിസ്തു നമ്മെ തിരഞ്ഞെടുക്കണം. അപ്പോൾ അവനിലാണ് വിശ്വാസത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഏതായാലും മർക്കോസ് 16:17 പറഞ്ഞത് പുറജാതിക്കാരുടെ മാനസാന്തരത്തെക്കുറിച്ചാണ്. കത്തോലിക്ക മാതാപിതാക്കളും ജനിക്കുന്നവരുടെയും ക്രിസ്തീയ മാതാപിതാക്കളും ജനിക്കുന്നവരുടെ കാര്യത്തെക്കുറിച്ചല്ല. ഈ അപ്പോൾ പുതുജനനമാണിത്. പുതുജനനം എന്ന് പറയുന്നത് ഈ സ്ത്രീ വെള്ളത്തിലും രക്തത്തിലും കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ പാർശ്വത്തിലൊഴുകിയ ജീവജലത്തിലും ജീവരക്തത്തിലും നമ്മൾ പിറന്നു വീഴുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒട്ടിച്ച് ചേർക്കപ്പെടുകയുമാണ്. ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ. ഈ ഉത്ഥാനം കഴിഞ്ഞിട്ടും അവൻ ആ പാർശ്വം അടയ്ക്കാതെ തുറന്നിട്ടതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അപ്പോൾ മാമോദിസത്തൊട്ടിയിലുള്ള വെള്ളം എന്ന് പറയുന്നത് ഏതെങ്കിലും പുഴയിലെ വെള്ളമല്ല. മാത്രമല്ല അത് ജീവജലമാണ്. ക്രിസ്തുവിൻ്റെ പാർശ്വത്തിൽ നിന്നൊഴുകിയ ജീവജലമാണ്. അത് നമുക്ക് ലഭിക്കുന്നത് സ്ലൈഹി പെന്തടച്ചിലൂടെ കൈവപ്പിലൂടെയും തൈലാഭിഷേകത്തിലൂടെയൊക്കെയാണ്. ഓരോന്നും ഓരോ വലിയ വലിയ പ്രസംഗങ്ങൾ പറയാനുള്ള മാറ്ററുള്ളവർ നമുക്ക് അതിലേക്ക് കടക്കുന്നില്ല. ചുരുക്കത്തിൽ ഈ മാമോദിസയിൽ സംഭവിക്കുന്നത്, അത് മാമോദിസ എന്ന് പറഞ്ഞാൽ പ്രാരംഭ കൂദാശകൾ സംഭവിക്കുന്നത് കർത്താവിൻ്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ജീവജലത്താലും ജീവരക്തത്താലും ഒട്ടിച്ച് ചേർക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് 3 കൂദാശകൾ ഒരുമിച്ച് കൊടുക്കണമെന്ന് പറയുന്നത്. ഈ മാമോദിസ, അതുപോലെ തൈലാഭിഷേകം, പിന്നെ വിശുദ്ധ കുർബാന. അപ്പോഴാണ് ഈ ഒട്ടിച്ച് ചേർക്കപ്പെടൽ പൂർണ്ണമാകൂ. അപ്പം നമ്മൾ ഈശോയിൽ ഒട്ടിച്ച് ചേർക്കപ്പെടുന്നതുകൊണ്ടാണ് അവൻ്റെ തിരുശരീരം നമ്മൾ ഭക്ഷിക്കുന്നത്, അവൻ്റെ തിരുരക്തം നമ്മൾ കുടിക്കുന്നത്. അവനിൽ നിന്നാണ് ഈ ജീവൻ്റെ നീര് നമ്മൾ അനുദിനം കുടിച്ചും വളർന്ന് വലിച്ചെടുത്തുമാണ് നമ്മൾ വളരുന്നത്. ജൈവികമായ ബന്ധമാണ് ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവുമായിട്ടുള്ളത്. ജൈവികം, ഓർഗാനിക്. കാരണം ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാണ് ക്രിസ്ത്യാനി കഴിക്കുന്നത്. ക്രിസ്തുവിൻ്റെ നീരാണ് നമുക്ക് കിട്ടുന്നത്, ചോരയും നീരും. ചോര എന്നൊക്കെ ജീവൻ അർത്ഥമാക്കണേ. നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ബ്ലഡ് ആ അർത്ഥത്തിലല്ല. ബ്ലഡ് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ വന്ന ജീവൻ, ക്രിസ്തുവിൻ്റെ ജീവൻ. അപ്പോൾ ക്രിസ്തു തമ്മിലുള്ളത് ജൈവികമായ ബന്ധമാണ്, ഓർഗാനിക്കായിട്ടുള്ള ബന്ധമാണ്. അങ്ങനെ ക്രിസ്തുവിനോട് ഒട്ടിച്ച് ചേർക്കപ്പെടുന്നത് കൊണ്ട് ക്രിസ്തുവിനെ ധരിക്കുകയാണ്. ക്രിസ്തുവിനെ ധരിക്കുന്ന പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ പൊതിയപ്പെടുകയാണ്. അതിനാൽ മാമോദിസ കഴിഞ്ഞിട്ട് എന്ത് പാപം ചെയ്താലും, എത്ര വലിയ പാപം ചെയ്താലും നമ്മൾ മൊത്തത്തിൽ അശുദ്ധരാകുന്നില്ല, മൊത്തത്തിൽ വൃത്തികേടാകുന്നില്ല. കാരണം നമ്മൾ പരിശുദ്ധാത്മാവിൽ പൊതിയപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് കുളി കഴിഞ്ഞവൻ്റെ എന്ന് പറയുന്ന കർത്താവ്. കുളി കഴിഞ്ഞവന് ദേഹം മുഴുവൻ ശുദ്ധിയാണ്. മാമോദിസ സ്വീകരിച്ചവൻ ശുദ്ധനാണ്. പക്ഷേ മാമോദിസ കഴിഞ്ഞിട്ടും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാൽപാദങ്ങൾ അശുദ്ധമാകുന്നത് പോലെയാണ്. അതിനാൽ മാമോദിസ കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ട് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാൽപാദങ്ങൾ കഴുകാൻ ഈശോയെ അനുവദിക്കണം. നിന്റെ കാലുകൾ കഴുകാൻ നീ അനുവദിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പിതൃത്വത്തിൽ പങ്കില്ല. അതായത് കർത്താവ് നമ്മുടെ കാൽപാദങ്ങൾ കഴുകാൻ നമ്മൾ അനുവദിക്കണം. മാമോദിസ കഴിഞ്ഞ് നമ്മൾ പാപം ചെയ്യുന്ന ഇടയായിട്ടുണ്ടെങ്കിൽ എവിടെയാണ് നമ്മൾ നമ്മുടെ കാൽപാദങ്ങൾ കഴുകാൻ ക്രിസ്തുവിനെ അനുവദിക്കുന്നത്? കുമ്പസാരക്കോട്. നമ്മൾ ഇന്നൊരു കത്തോലിക്ക പള്ളി നോക്കിയാൽ, കത്തോലിക്ക പള്ളി, ആ നടുക്കുള്ള മേശ, ആൾത്താര മേശ അവിടെയുണ്ട്. ഈ വശത്തുള്ള മേശ അത് കുറച്ചുകൂടി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കുമ്പസാരക്കോട്, ഒരു പള്ളിയുടെ ഒരു വശത്തുള്ള കുമ്പസാരക്കോട്. ഇപ്പുറത്തുള്ള ഈ ടേബിള് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പുറത്തുള്ള കുമ്പസാരക്കോട്. കർത്താവ് എഴുന്നേറ്റ് നമ്മുടെ കാൽപാദങ്ങൾ കഴുകാനായിട്ട് നമ്മൾ നിന്ന് കൊടുക്കുന്ന കുമ്പസാരക്കോട്. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ശരിക്കും അന്ത്യത്താഴത്തിൻ്റെ അതേ രീതി അവിടെയുണ്ട്. എന്നാൽ ഉത്ഥാനം കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ആ ചൈതന്യവുമുണ്ട്. ഉത്ഥാനം ചെയ്ത കർത്താവ് എന്താണ് ശിഷ്യന്മാരോട് പറഞ്ഞതും ചെയ്തതും? യോഹന്നാൻ 20, 21, 23 അവൻ അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാൻ കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇതാ പരിശുദ്ധാത്മാൻ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഉത്ഥാനം ചെയ്ത കർത്താവ് കൊടുത്തിരിക്കുന്ന ഒരേ ഒരു ദൗത്യം യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച്, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ, നിങ്ങൾ, ദൈവമെന്നല്ല പറഞ്ഞത്, ഞാനെന്നല്ല പറഞ്ഞത് ക്രിസ്തു, നിങ്ങൾ, അപ്പസ്തോലന്മാർ, അവർ പിൻഗാമികൾ, ഈ പാപമോചന അധികാരം നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ
അത് മോചിക്കപ്പെടും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ, ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ റീറ്റെയിൻ എന്നാണ് ശരിക്ക്, പിടിച്ചു വയ്ക്കുക എന്നർത്ഥം. പിടിച്ചു വയ്ക്കുക. അതായത് ഇപ്പം ഞാൻ പറയുകയാണ്, ഞാൻ പണം കട്ടെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു വിചാരിക്കുക. അപ്പോൾ അച്ഛൻ ചോദിക്കും, തിരിച്ചു കൊടുത്തോ? തിരിച്ചു കൊടുത്തിട്ടില്ല. തിരിച്ചു കൊടുക്കാൻ റെഡിയാണോ? ഓ, അതൊക്കെ ചിലവായി പോയോച്ചോ, തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ പാപം അച്ഛന് മോചിക്കാൻ പറ്റില്ല. പിടിച്ചു വയ്ക്കും. നീ എപ്പോഴാണോ പണം തിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ കൊടുത്തിട്ട് വരിക. ഞാൻ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ ഒരു കണ്ടീഷണൽ ഒബ്സല്യൂഷൻ കൊടുക്കും. എന്നാണോ പണം തിരിച്ചു കൊടുക്കുന്നത് അന്ന് ഈ പാപമോചനം യാഥാർത്ഥ്യമാകുന്ന തരത്തിലൊരു കണ്ടീഷണൽ അബ്സല്യൂഷൻ. അതായത് ഏത് പാപത്തിലും സത്യത്തിനും അനീതിക്കും എതിരെയുള്ളൊരു പാപമുണ്ട്. ഏത് പാപത്തിലും അങ്ങനെ ഒരു സംഗതിയുണ്ട്. അനീതി ഉണ്ടെങ്കിൽ ആ നീതി വീണ്ടെടുക്കപ്പെടാതെ പാപമോചനം കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. അത് ഈ സ്ലീഹന്മാരും അവരുടെ പിൻഗാമികളും കണ്ടറിയണം. നേരിട്ടങ്ങ് പറയാൻ പറ്റില്ല. അങ്ങനെയല്ല കർത്താവ് സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. മറ്റനേകം കാരണങ്ങളുണ്ട്. ഒരെണ്ണം മാത്രം ഞാൻ ചെറുതായിട്ട് സൂചിപ്പിക്കാം. അത് ഈ ദണ്ഡവിമോചനമായിട്ടൊക്കെ ചെറുതായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ്. ഇപ്പം ഞാൻ പണം കട്ടെടുത്ത കാര്യം പറഞ്ഞല്ലോ. കട്ടെടുത്തതിൻ്റെ ഉദാഹരണം, ആ പണം കട്ടെടുത്തത് നമ്മൾ തിരിച്ചു കൊടുത്താൽ പോലും ചിലപ്പോൾ പ്രശ്നങ്ങൾ തീരണമെന്നില്ല. ഒരു ഉദാഹരണം പറയാം. ഞാൻ പണം കട്ടെടുത്ത വീട് ഒരു വീട്ടിൽ നിന്ന് എടുത്തെന്ന് വിചാരിക്കുക. ആ വീട്ടുകാർ അവരുടെ കൊച്ചൻ്റെ സ്കൂളിലെ ഫീസ് അടയ്ക്കാൻ വേണ്ടി വെച്ച പൈസയാണ് ഞാൻ കട്ടെടുത്തത്. ഞാൻ കട്ടെടുത്തത് കൊണ്ട് ആ പണം തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അല്ല, അവർക്ക് ഫീസ് അടയ്ക്കാൻ പറ്റിയില്ല. ഇപ്പോഴും സ്കൂളുകളിലൊക്കെ ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ട്. ഫീസ് കൊടുത്തില്ലെങ്കിൽ കൊച്ചുങ്ങളെ പുറത്ത് നിർത്തുക, അല്ലെങ്കിൽ അപ്പനെ അമ്മനെ വിളിച്ചുകൊണ്ട് വരിക, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. സ്കൂൾ അധികൃതർ അങ്ങനെ എന്തോ നടപടി എടുത്തെന്ന് വിചാരിക്കുക. കൊച്ചിന് നാണക്കേട് തോന്നി കൊച്ചു പോയി തൂങ്ങിച്ചത്തു എന്ന് വിചാരിക്കും. നമ്മൾ പണം തിരിച്ചു കൊടുത്താൽ മാത്രം പ്രശ്നം തീരുമോ? ഇല്ല. ആ കുടുംബത്തിനുണ്ടായ നഷ്ടം വളരെ അധികമാണ്. മാനക്കേട് മാത്രമല്ല, ജീവനഷ്ടമുണ്ട്. ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പണം കട്ടെടുത്ത് തിരിച്ചു കൊടുത്താൽ മാത്രം മതിയോ? പോരാ. ഒരു ജീവൻ പോയതിന് പരിഹാരം ചെയ്യണ്ടേ? അപ്പോൾ ചിലപ്പോൾ അച്ഛൻ പറയും, ഒരു അനാഥക്കുട്ടിയെ ദത്തെടുക്കാൻ പറ്റുമോ? പൈസയുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു വിധവയെ സഹായിക്കാൻ പറ്റുമോ പരിഹാരം ചെയ്യാനായിട്ട്? അപ്പോൾ ഈ നീതി റെസ്റ്റോർ ചെയ്യാൻ വേണ്ടി അച്ഛൻ പല കാര്യങ്ങൾ ചെയ്യും. അപ്പം കാരുണ്യവും നീതിയും സമ്മേളിക്കുന്ന ഒരിടമാണ് ഈ കുമ്പസാരക്കൂട് എന്ന് പറയുന്നത്. ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കോ, മേലിൽ പാപം ചെയ്യരുത് എന്നാണ് കർത്താവ് പറഞ്ഞത്. അവിടെ നീതിയുണ്ട്, കാരുണ്യമുണ്ട്. ഇതെല്ലാം സമന്വയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ദൈവത്തോട് നേരിട്ടങ്ങ് പറഞ്ഞാൽ പറ്റില്ല എന്ന് കർത്താവിന് അറിയാവുന്നത് കൊണ്ടാണ് കർത്താവ് പാപമോചന അധികാരം, ദൈവത്തിന് മാത്രം പാപമോചിക്കുന്ന അധികാരം മനുഷ്യപുത്രനുണ്ട്. മനുഷ്യപുത്രനുള്ള അധികാരം ശിഷ്യന്മാർക്ക് കൈമാറുന്നു. ഇത് നമ്മൾ ഇതിൽ കണ്ട് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ ദൈവമാണ് സൃഷ്ടാവ്. പക്ഷെ ദൈവം നേരിട്ടങ്ങ് സൃഷ്ടിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. മാതാപിതാക്കളുടെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. മധ്യവർത്തികളുണ്ട്. ഏക സൃഷ്ടാവ് മധ്യവർത്തികളിലൂടെയാണ് സൃഷ്ടിക്കുന്നത്. ഏക മധ്യസ്ഥൻ മധ്യവർത്തികളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് വെളിപാട് പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ 2 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? അതുപോലെ തന്നെ ഏക പുരോഹിതൻ അവനിലേക്ക് ഉൾച്ചേർക്കപ്പെട്ട പുരോഹിതന്മാരിലൂടെയാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത്. ഏക പുരോഹിതനേ ഉള്ളൂ ക്രിസ്തു. ശരിയാണ്. ഏക മധ്യസ്ഥനേ ഉള്ളൂ ക്രിസ്തു. ഏക സൃഷ്ടാവേ ഉള്ളൂ ദൈവം. പക്ഷേ പ്രവർത്തിക്കുന്നതെല്ലാം മധ്യവർത്തികളിലൂടെയാണ്. അങ്ങനെയാണ് ഈ സ്നേഹമുള്ള ആളുകൾ. അങ്ങനെയാണ്. ഡിക്റ്റേറ്റർ അല്ലല്ലോ, സ്വേച്ഛാധിപതി അല്ലല്ലോ. ചുരുക്കത്തിൽ ഏക പുരോഹിതനായ ക്രിസ്തു പാപമോചനാധികാരം ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് നീതിയും ഈ കാരുണ്യവും സമ്മേളിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ എന്താണ് കുമ്പസാരക്കൂട്ടിൽ സംഭവിക്കുന്നത്? ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ ഈ അപ്പൻ ഇങ്ങനെ ഓടുകയാണ് അവനെ സ്വീകരിക്കാൻ. എന്തിനാ ഈ കാരണവർ വഴി കൂടെ ഓടണേ? കുട്ടികൾ ഓടുന്നതൊക്കെ മനസ്സിലാക്കാം. ഈ കാരണവർ, ഈ മകൻ വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ അപ്പൻ സ്നേഹിച്ചിരുന്നു അവനെ. പക്ഷേ മകന് മനസ്സിലായില്ല. അങ്ങനെ എല്ലാം വിട്ട് പോയി, എല്ലാം ധൂർത്തടിച്ച് ഇപ്പോൾ തെണ്ടിത്തിരിഞ്ഞ് വരികയാണ്. ഈ അപ്പന് അവനെ ബോധ്യപ്പെടുത്തണം, മുമ്പ് സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടെന്ന്. അതിനുവേണ്ടിയാണ് ഈ നാണം കെട്ടുമ്പോൾ ഓടിക്കൂടെ ഓടുന്നത്. എന്നിട്ട് ഈ മകനെ കണ്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ തെരിതെര ചുംബിക്കുകയാണ്. അപ്പോൾ മകൻ കുമ്പസാരിക്കുകയാണ്. അപ്പാ, നിനക്കെതിരെയും സ്വർഗത്തിനെതിരെയും ഞാൻ പാപം ചെയ്തു പോയി. നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വചനം കൂടി ഈ മകൻ ഒരുങ്ങിയിരുന്നു. നിന്റെ വേലക്കാരിൽ പരിചാരിൽ ഒരാളായിട്ട് എന്നെ കരുതാൻ പറ്റില്ലേ? പക്ഷെ അത് പറയാനായിട്ട് അപ്പൻ അനുവദിച്ചില്ല. അപ്പൻ ഇടയ്ക്ക് കയറി പറഞ്ഞു, ഉടനെ ക്വിക്ക് പെട്ടെന്ന് മേൽത്തരം വസ്ത്രം അവന് ധരിക്കുവിൻ. കൽപ്പന കൊടുക്കുകയാണ്. മേൽത്തരം വസ്ത്രം, ഈ ദ ബെസ്റ്റ് റോബ്. അതിന് ആദ്യ സഭാപിതാക്കന്മാർ പറഞ്ഞത് ആദ്യ വസ്ത്രം എന്നാണ്. ആദവും കവിയും പാപം ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന വരപ്രസാദാവസ്ഥ. ആ അവസ്ഥയുടെ വസ്ത്രമാണ് ആദ്യ വസ്ത്രം. വരപ്രസാദത്തിൻ്റെ
മൗലിക വരപ്രസാദന ആദ്യ വസ്ത്രമാണ് കുമ്പസാരക്കൂട്ടിൽ പിതാവായ ദൈവം നമ്മെ അണിയിക്കുന്നത്. അപ്പോൾ പുത്രൻ തമ്പുരാൻ വ്യഭിചാര പ്രവൃത്തിയിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് പറഞ്ഞ അതേ വചനങ്ങൾ നമ്മളോട് പറയാണ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കോ, ഞാൻ നിന്നെ അബ്സോർബ് ചെയ്യാണ്, പാപം ക്ഷമിക്കുകയാണ്, മേൽ പാപം ചെയ്യരുത്. അപ്പോൾ പരിശുദ്ധാത്മ നമ്മിലേക്ക് വരികയാണ്. ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മ പരിശുദ്ധത്വത്തിൽ 3 ആളുകളുമായി കൂടിക്കാഴ്ചയാണ്. ആ കൂടിക്കാഴ്ച സംഭവിക്കുന്ന തരത്തിൽ വേണം കുമ്പസാരിക്കാൻ, ശരിക്കും കുമ്പസാരിപ്പിക്കാനും. നമ്മളൊരു നീണ്ട ക്യൂ, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കുമ്പസാരിപ്പിക്കാൻ ഇരുന്നപ്പോൾ ഒരു 8 പേരെ കുമ്പസാരിപ്പിക്കാൻ ഞാനൊരു 1.5 മണിക്കൂർ എടുത്തു. അതായത് കർത്താവിനൊരു കണ്ടുമുട്ടുന്ന ആ ഒരു അവസ്ഥ ഉണ്ടായിട്ട് അവർ എഴുന്നേൽപ്പിച്ച് വിടാൻ പറ്റും. എനിക്ക് കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുമ്പോൾ 8 പേരെ കുമ്പസാരിപ്പിക്കാൻ ഞാൻ 1.5 മണിക്കൂർ എടുത്തു. ഞാൻ ചിലപ്പോഴൊക്കെ രാവിലെ തൊട്ട് വൈകിട്ട് 8 വരെ കുമ്പസാരിപ്പിച്ചിട്ട് 12 മണിക്കൂറൊക്കെ ഞാൻ കുമ്പസാരിപ്പിച്ചിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ കുമ്പസാരിപ്പിച്ചിട്ടുണ്ട്. 20 പേര് 25 പേരെ എനിക്ക് കുമ്പസാരിപ്പിക്കാൻ പറ്റാറുള്ളൂ. കാരണം ഈ വന്നിരിക്കുന്ന ആളുകൾ പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും പിന്നെ പരിശുദ്ധാത്മാവിനെയും കണ്ടുമുട്ടി എന്നൊരു അനുഭവം വന്നിട്ട് വേണം അവരെ എഴുന്നേൽപ്പിച്ച് വിടാൻ. അപ്പോൾ നമ്മൾ പല കാര്യവും ചോദിക്കേണ്ടി വരും. അങ്ങനെ ചോദിച്ച് അവർക്കെല്ലാം അറിയണമെന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പിതാവായ ദൈവത്തെയും പുത്രൻ തമ്പുരാനെയും പരിശുദ്ധാത്മാവിനെയും ആയിട്ടുള്ള ഒരു കൂടിക്കാഴ്ച കണ്ട് അവരെ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള ആ അനുഭവത്തിൽ വേണം എഴുന്നേറ്റ് പോകാൻ. അപ്പോൾ തന്നെ ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയെ പോലെ മേൽ പാപം ചെയ്യാനുള്ള സാധ്യതകൾ കുറയും. തീർച്ചയായിട്ടും നമ്മളും മനുഷ്യരാണ്, സ്വാതന്ത്ര്യമുള്ളവരാണ്, പാപം ചെയ്തു പോകാം. എങ്കിലും ഈ കൂടിക്കാഴ്ചയുടെ ആഴമനുസരിച്ച് നമുക്ക് കർത്താവിനുള്ള അടുപ്പം കൂടിക്കൊണ്ടിരിക്കും, പാപം ചെയ്യാനുള്ള പ്രവണത കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ എത്രയോ പേര് ഈ പാപകരമായ ദുശീലങ്ങളിൽ നിന്ന് മാറിയിരിക്കുന്നു, എത്രയോ പേര് മാറിയിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും അറിയാതെ കുമ്പസാരത്തെ കളിയാക്കുന്നവരും ഒക്കെയുണ്ട്. പിന്നെ പലരും പറഞ്ഞത് അച്ഛന്മാർ പാപികളല്ലേ, എന്താ സംശയം? മെത്രമാർ പാപികളല്ലേ, എന്താ സംശയം? മാർപ്പാപ്പ പാപിയല്ലേ, എന്താ സംശയം? പാപികളെ തേടി കർത്താവ് വന്നേ, പാപികളെ സ്നേഹിതൻ എന്നാണ് അവൻ അറിയപ്പെട്ടിരുന്നത്. പാപികൾ മാത്രമാണ് അന്നവൻ ഭക്ഷണം കഴിച്ചത്, ഇന്നും ഭക്ഷണം കഴിക്കുന്നത്, കുർബാന. പാപികൾ മാത്രമാണ് അവൻ്റെ സമ്പർക്കം മുഴുവൻ. അപ്പോൾ കത്തോലിക്ക സഭ മുഴുവൻ പാപികളാണ്, പുരോഹിതന്മാർ പാപികളാണെന്നൊക്കെ പറഞ്ഞാൽ വളരെ ശരിയായ കാര്യമാണത്. പക്ഷേ ഈ പറയുന്നവർ അവർക്ക് വേണ്ടിയല്ല കർത്താവ് വന്നത്. കത്തോലിക്കർ പാപികളാണെങ്കിൽ അവർക്ക് വേണ്ടി കർത്താവ് വന്നേ. കത്തോലിക്ക പുരോഹിതന്മാർ പാപികളാണെങ്കിൽ അവർക്ക് വേണ്ടി കർത്താവ് വന്നത്. പാപികളായ മനുഷ്യർക്ക് വേണ്ടിയാണ് കർത്താവ് വന്നത്. അപ്പോൾ പാപികളല്ലാത്തതുകൊണ്ടല്ല നമ്മൾ അവരുടെ അടുത്ത് കുമ്പസാരിക്കുന്നത്, മറിച്ച് അവരെ ഈ കർമ്മം ചെയ്യാനായിട്ട് കർത്താവ് അവൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആത്മാവിൽ അവരിൽ ഇട്ട് അവരെ പുരോഹിതന്മാരെ വാഴിച്ചത് കൊണ്ടാണ്. ചുരുക്കത്തിൽ ഈ കുമ്പസാരം എന്ന കൂദാശ, നിങ്ങൾ കത്തോലിക്ക സഭയുടെ മതബോധനം പലരുടെ കയ്യിലുണ്ട്. അതിനകത്ത് 10 കൽപ്പനകൾ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് വായിച്ചു നോക്കിയാൽ ഒന്നാമത്തെ പ്രമാണം അതിനെതിരെ ഉണ്ടാക്കാവുന്ന പാപങ്ങൾ, 2ാം പ്രമാണം അതിനെതിരെ ചെയ്യാവുന്ന പാപങ്ങൾ, അങ്ങനെ ലിസ്റ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ പാപങ്ങളൊന്നും കൃത്യമായിട്ട് ഓർക്കണം. 1ാം പ്രമാണത്തിനെതിരെ പാപം ചെയ്തിട്ടുണ്ടോ, 2ാം പ്രമാണത്തിന് പാപം ചെയ്തിട്ടുണ്ടോ, അങ്ങനെ നോക്കി പിന്നെ തിരുസഭയുടെ കൽപ്പനകൾ, നമ്മുടെ ജീവിതാവസ്ഥയുടെ ഉത്തരവാദിത്തങ്ങൾ, ഉപേക്ഷയാലുള്ള പാപം, ഒരു നന്മ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ ചെയ്യാതെ പോയി, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഓർത്ത് പിടിക്കപ്പെട്ട വ്യഭിചാരിണിയെ പോലെ നമ്മൾ കുമ്പസാരക്കൂട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഒരു അച്ഛന് മുമ്പിൽ മുട്ടുകുത്തി ഈ പാപങ്ങൾ ഏറ്റുപറഞ്ഞതിൽ ഒരു ഹ്യൂമിലിയേഷൻ ഉണ്ട്, ഒരു നാണക്കേടുണ്ട്. പക്ഷെ അതിലൂടെയാണ് ദൈവത്തിൻ്റെ കൃപാവരം നമ്മളിലേക്ക് വരുന്നതും നമ്മളെ വരപ്രസാദത്തിൻ്റെ ഈ വസ്ത്രം കൊണ്ട് നമ്മൾ അണിയുന്നതും പുത്രൻ തമ്പുരാൻ നമ്മുടെ കാൽപാദങ്ങൾ കഴുകി നമ്മൾ ശുദ്ധീകരിച്ച് അവൻ്റെ തന്നെ ബലിപീഠത്തിലേക്ക് ആനയിക്കുന്നതും അവൻ തന്നെ നമുക്ക് തന്ന് അവനുമായി കർത്താവുമായിട്ട് നമ്മൾ ഒന്നാകുന്നതും. കർത്താവിനെ നമ്മൾ സ്വീകരിക്കുന്നു കുർബാനയിൽ. അവൻ ഹൃദയത്തിലേക്കാണോ പോകുന്നത്, ഉദരത്തിലേക്കാണോ പോണേ? ഉദരത്തിലേക്ക്, ഹൃദയത്തിലേക്കല്ല. ഹൃദയത്തിലേക്കാണെങ്കിൽ നമ്മൾ ആശുപത്രി കൊണ്ടുകൊണ്ടി വരും. ഉദരത്തിലേക്കാണ്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ശരീരത്തിൻ്റെ ശരീരമായി, മാംസത്തിൻ്റെ മാംസമായി, രക്തത്തിൻ്റെ രക്തമായിട്ട് അവൻ ഒന്നാകുന്നു. നമ്മുടെ ശരീരം തന്നെ കർത്താവിൻ്റെ ശരീരമായി മാറുന്നു. അവൻ്റെ ശരീരവും രക്തവും നമ്മുടെ ശരീരത്തിൽ ലയിച്ച് നമ്മളും അവന് ഒന്നാകുന്നു. അപ്പം നമ്മുടെ ശരീരം പരിശുദ്ധാത്മൻ്റെ ആലയമാണ്. ഞാനൊരു വാക്കുകൂടി കടന്നു പറയും. ഈ സക്രാരിലിരിക്കുന്ന അതേ കർത്താവ് നമ്മിലേക്ക് വരുന്നത്, സഞ്ചരിക്കുന്ന ജീവിക്കുന്ന സക്രാരിയാണ് നമ്മൾ. ആ ബോക്സിൽ സക്രാരി എന്ന് പറഞ്ഞ പെട്ടിക്കകത്ത് ഇരിക്കുന്നതിനേക്കാളും സജീവമായിട്ട് നമ്മുടെ ശരീരത്തിന് ശരീരമായി, മാംസത്തിന് മാംസമായി, രക്തത്തിന് രക്തമായി നമ്മിൽ മാറുകയാണ് കർത്താവ്. ഇത്രയും വലിയ യാഥാർത്ഥ്യമാണ് നമ്മൾ. അതുകൊണ്ടാണ് ഈ ശരീരത്തിന് ഉയർപ്പിലും നമ്മൾ വിശ്വസിക്കുന്നതെന്ന് പറയുന്നത്. ശരീരത്തിന് ഉയർപ്പിൽ എന്ന് വെച്ചാൽ ഈ അസ്ഥിയിൽ തൂങ്ങിക്കിടക്കുന്ന മാംസത്തിൻ്റെ ഉയർപ്പിലെന്നാണോ അർത്ഥം? അല്ല. ശരീരം എന്ന് പറഞ്ഞാൽ ആളാണ്, ആള്. ഹിന്ദുക്കൾ, ഇപ്പോഴത്തെ ഹിന്ദുക്കളും പണ്ട് കാലത്തെ ഗ്രീക്കുകാരും ആത്മാവിൻ്റെ അമരത്വത്തിൽ ഇല്ലേ, മരണമില്ലായ്മയിൽ, അമർത്തതയിൽ വിശ്വസിച്ചിരുന്നു. അവർക്ക് ശരീരം എന്ന് പറയുന്നത് ഒരു കാരാഗ്രഹം പോലെയാണ്, ജയിൽ പോലെ, ആത്മാവിനെ തടവിലിട്ടിരിക്കുന്ന കാരാഗ്രഹം.
അതുകൊണ്ട് തന്നെ ഗ്രീക്കുകാർ ശരീരത്തെ തിന്മയായിട്ടാണ് കണ്ടിരുന്നത്. പൗലോസിലേക്ക് പറഞ്ഞത് നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ജീവിക്കുന്ന സക്രാരിയാണ് നമ്മുടെ ശരീരം. അപ്പോൾ ശരീരത്തിന് ഉയർപ്പിലും വിശ്വസിക്കുന്നു പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നത് ആളുടെ ഉയർപ്പിലാണ്, ആത്മാവിൻ്റെ ഉയർപ്പിലല്ല. ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ ചില അച്ഛന്മാർ പറയും. അപ്പോഴും ഉദ്ദേശിക്കുന്നത് ഹിന്ദുക്കൾ ഉദ്ദേശിക്കുന്ന ആത്മാവല്ല, ഗ്രീക്കുകാർ ഉദ്ദേശിക്കുന്ന ആത്മാവല്ല, ആളായി മാറിയ ആത്മാവാണ്. ആളായി മാറിയ, ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ഈ മാതാപിതാക്കളല്ല നമ്മുടെ ആത്മാവിനെ സൃഷ്ടിക്കുന്നത്, ദൈവമാണ്. ദൈവം സൃഷ്ടിച്ച ആത്മാവിന് ശരീരം കൊടുക്കാൻ നമ്മുടെ അപ്പനോടും അമ്മയോടും പറയുകയാണ്. ദൈവം സൃഷ്ടിച്ച ആത്മാവിന് ശരീരം കൊടുക്കാൻ അപ്പനോടും അമ്മയോടും പറയുന്നു. നമ്മുടെ അപ്പനും അമ്മയും ഈ ദൈവം സൃഷ്ടിച്ച ആത്മാവിന് ശരീരം കൊടുക്കുമ്പോൾ ആ ആത്മാവ് ആളായി മാറുന്നു. പിന്നെ ആത്മാവല്ല, ആളായി. ആ ആളെയാണ് ശരീരമെന്ന് വിളിക്കുമ്പോഴും ആത്മാവെന്ന് വിളിക്കുമ്പോഴും ക്രിസ്ത്യാനി ഉദ്ദേശിക്കുന്നത്. ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനി ഉദ്ദേശിക്കുന്നത് ഈ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണ്. ശരീരത്തിന് ഉയർപ്പിൽ വിശ്വസിക്കുന്നത് പറയുമ്പോൾ ഈ ആളുടെ ഉയർപ്പിൽ വിശ്വസിക്കുന്നതാണ്. വെറുതെ ശരീരത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ആത്മാവിൻ്റെ ഉയർപ്പിലല്ല. അത് ഹിന്ദുക്കളുടെയും ഗ്രീക്കുകാരുടെയും വിശ്വാസമാണ്, നമ്മുടെ വിശ്വാസമല്ല. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ആളുടെ ഉയർപ്പിലാണ്. അതുകൊണ്ട് ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാലും ശരീരത്തിന് ഉയർപ്പെന്ന് പറഞ്ഞാലും ഉദ്ദേശിക്കുന്നത് ആളെയാണ്. അപ്പോൾ കാരണം നമ്മുടെ ശരീരവുമായിട്ട് കർത്താവ് ഒന്നാകുന്നു. ദൈവം തമ്പുരാൻ നമ്മുടെ ശരീരം ഒന്നാകുന്നു. അതുകൊണ്ട് ഈ ആളാണ്, ശരീരത്തിൽ ഉയർപ്പിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എത്രയോ വലിയ സംഗതികളാണ് ഈ പെസഹ വ്യാഴാഴ്ചയിലെ ഈ കാലുകഴുകൽ കർമ്മത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നത്. ഇനിയും വേറെ അർത്ഥങ്ങളുണ്ട്, നമ്മൾക്കത് പിന്നീട് ഒരിക്കൽ ധ്യാനിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പെസഹായും പൗരോഹിത്യവും കുംഭസാരവുമെല്ലാം വളരെ മനോഹരമായിട്ട് സമ്മേളിപ്പിച്ചിരിക്കുന്ന ദൈവശാസ്ത്രപരമായ ഒരു രംഗമാണ്. അത് കർത്താവ് ഏറ്റവും, അതായത് അന്ത്യത്താഴ് എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ച ആ ദിവസം, അതായത് വ്യാഴം, വെള്ളി, ശനി, ഞായർ, ഈ ദിവസങ്ങളിലാണ് ഓശാന ഞായറാഴ്ച തുടങ്ങിയെന്ന് വിചാരിക്കാം. ഈ ഒരാഴ്ചയാണ് ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ച സംഭവങ്ങളുണ്ടായത്. അതിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പൗരോഹിത്യം, പെസഹ, കുംഭസാരം, പിന്നെ ഞാൻ ഈ പറഞ്ഞ സ്വർഗത്തിലേക്കുള്ള ആതിഥേയൻ്റെ സ്വീകരണം, പൗരോഹിത്യത്തിൻ്റെ അഭിഷേകം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം ഉൾച്ചേർന്നിരിക്കുന്ന ഈ സംഭവത്തിൽ നമുക്ക് നല്ല രീതിയിൽ പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കാം. കൂട്ടത്തിൽ ഇപ്പോൾ നമുക്കറിയാലോ, മെത്രാന്മാരും അച്ഛന്മാരുടെ എല്ലാം മൂല്യം വല്ലാതെ ശോഷിച്ചിരിക്കുന്നൊരു കാലയളവാണ്. അത് ഞങ്ങൾ തന്നെ, മെത്രാന്മാരും അച്ഛന്മാരും തന്നെ വരുത്തി തീർത്താണ് പകുതിയിലധികം. പിന്നെ മറ്റുള്ളവരുടെ കുറ്റം കാണും. അതായത് ഈ പൗരോഹിത്യത്തിൻ്റെ മേന്മയോ അതിൻ്റെ മൂല്യമോ തിരിച്ചറിയാതെ വളരെ ലാഘവത്തോടെ ഈ കൂതാശകളെ കാണുകയും കൂതാശയിൽ പരികർമ്മം ചെയ്യുകയും പൗരോഹിത്യത്തെ തന്നെ അവർ തന്നെ സ്വയം ഇടിച്ചു താഴ്ത്തി കാണുകയും ചെയ്യുന്നത് കൊണ്ടും തോന്നിയ പോലെ എന്തും ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥ വന്നിട്ടുള്ളത് കൊണ്ടും മെത്രാന്മാരുടെ മൂല്യവും അച്ഛന്മാരുടെ മൂല്യവും വല്ലാതെ ശോഷണം വന്നിരിക്കുന്ന ഒരു കാലയളവാണ്. അത് വീണ്ടെടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അച്ഛന്മാരുടെ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണല്ലോ ഈ അച്ഛന്മാരും മെത്രാന്മാരൊക്കെ ഉണ്ടാകുന്നത്. അതിനാൽ മെത്രാന്മാർക്ക് വേണ്ടിയും അച്ഛന്മാർക്ക് വേണ്ടിയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും അവരിൽ പരിശുദ്ധാത്മ നിറവുണ്ടാകാനും അവർക്കൊരു വെളിവുണ്ടാകാനും എന്താണ് അവർ സ്വീകരിച്ചിരിക്കുന്നുള്ള ഒരു വെളിവുണ്ടാകാനും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാനും ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.